ഹായ് പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ ഹൈറിച്ച് കേസിൻ്റെ വിധിയുടെ പകർപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ChatGPT വിദഗ്ധൻ അയ്യൂബ് സാറ് ഹൈറിച്ച് വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഹൈറിച്ച് കേസിൻ്റെ വിധിയുടെ പകർപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ രാത്രി വരെ പ്രതീക്ഷിച്ചു, പക്ഷേ കണ്ടില്ല. അതുകൊണ്ട് ഈ വിധിയിൽ ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് പറയുകയാണ്. എനിക്ക് വിധി വായിച്ചപ്പോൾ മനസ്സിലായത്, ഹൈറിച്ചിൻ്റെ വക്കീൽ ശ്രമിച്ചത് ഈ കമ്പനിയുടെ ജെന്യൂനിറ്റിയെക്കുറിച്ച് പറയാനല്ല. ഇവരുടെ അടുത്ത് വന്നൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക്, അതായത് ബെഡ്സ് ആക്ടിൻ്റെ കോമ്പറ്റൻറ്റ് അതോറിറ്റിയുടെ അടുത്ത് വന്നൊരു ടെക്നിക്കൽ മിസ്റ്റേക്കിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഈ കമ്പനിയെ ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് മോചിപ്പിക്കാമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഈ വിധി വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അദ്ദേഹം 30 to 60 ദിവസത്തിനുള്ളിൽ ഈ താൽക്കാലികമായി ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്താനുള്ള അപേക്ഷ കൊടുക്കണമെന്ന ഒരു ബെഡ്സ് ആക്ടിൻ്റെ ക്ലോസിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഇവർ 72 ദിവസം വഴുകിപ്പോയി, അതുകൊണ്ട് തങ്ങൾക്ക് അൺഫ്രീസ് ചെയ്ത് തരണം എന്ന് പറയാനാണ് അദ്ദേഹത്തിൻ്റെ വാദം അത്രയും ഉപയോഗിച്ചത് 25-ാം തീയതിക്ക് മുൻപ്. എന്നാൽ 25-ാം തീയതി ഇവർ തീരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റ് നടന്നു എന്നാണ് എനിക്ക് ഈ വിധി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവർ ഇതേ വാദം വീണ്ടും ഉന്നയിക്കാൻ വേണ്ടി തന്നെയാണ് 25-ാം തീയതി കോടതിയിലെത്തിയത്. അതായത് 19-ാമത്തെ വിധിന്യായത്തിലെ 19-ാമത്തെ പേജ് മുതൽ 25-ാം തീയതി നടന്ന വാദമാണ് പിന്നെ ഉള്ളത് 19-ാമത്തെ പേജ് മുതൽ. അതുവരെ എല്ലാം തന്നെ ഈ 60 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ മുകളിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. എന്നാൽ അത് ഇവരുടെ ഈ വാദം കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ 60 ദിവസത്തിനുള്ളിൽ ഇത് അറ്റാച്ച് ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണം എന്നുള്ളത് ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രമാണെന്നും നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടത് സമയബന്ധിതമായി നടത്തണമെന്ന് ഇവരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ക്ലോസ് മാത്രമാണെന്നും ഇത് ഈ ഒരു ടൈമിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഈ നിക്ഷേപകരുടെ താല്പര്യത്തിന് വിരുദ്ധമായതൊന്നും കോടതികൾ ചെയ്യരുതെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയും ഉൾപ്പെടെ വിധികളുണ്ടെന്നും അതിൻ്റെയൊക്കെ കേസ് നമ്പറുകളും ഉത്തരവിൻ്റെ നമ്പറുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇവരുടെ ഈ ഇത്ര ദിവസം ഇവർ വെള്ളം കോരിയതിനെ കലമുടക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. ഹൈറിച്ചിൻ്റെ വക്കീൽ ഈ 72 ദിവസം വഴുകിയത് വെച്ചിട്ട് ഇതിനെ വെളുപ്പിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ് വന്നിരുന്നത്. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരുടെ കമ്പനിയുടെ മുഴുവൻ കള്ളത്തരങ്ങളും പഠിച്ചിട്ടാണ് അന്ന് കോടതിയിൽ വന്നിരുന്നത്. അത് ഡിഫെൻഡ് ചെയ്യാളൊന്നും ഇവരുടെ വക്കീലിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവർ നടത്തുന്നത് അനധികൃത നിക്ഷേപമാണെന്നും, അതായത് ഇവർ ഡിവിഡൻഡ് തരാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നത് അഡ്വാൻസ് എന്ന പേരിലാണെങ്കിലും അത് ബെഡ്സ് ആക്ടിൻ്റെ ലംഘനമാണെന്ന് കൃത്യമായി തന്നെ കോടതിയിൽ വാദിച്ചു. അതുകൂടാതെ ഇവർ വളരെ കൃത്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഇവർ ആർഗ്യുമെൻറ്റ്, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആർഗ്യുമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ നടത്തുന്നത് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നു എന്നതിൻ്റെ മറവിൽ അടിയിൽ നിന്ന് പൈസ വാങ്ങി മുകളിലേക്ക് വീതിച്ച് കൊടുക്കുകയാണെന്നും ബാക്കി വന്ന തുക ഇവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ റെസ്പോണ്ടൻറ്റ് ഈ ശ്രീനയും പ്രതാപനും ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണെന്നും സ്വന്തം പേരിലൊക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണെന്നും ഇവർക്ക് ഈ ഗ്രോസറി കച്ചവടമൊക്കെ ഒരു പേരിന് മാത്രമാണെന്നും ഇവർ നടത്തുന്നത് മണി ചെയിൻ ആണെന്നും ഒക്കെ കൃത്യമായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ വാദിച്ചു. മാത്രമല്ല ഇവർക്ക് ഈ കമ്പനിയുടെ ജെന്യൂനിറ്റി തെളിയിക്കാൻ ആവശ്യമായ ഒന്നും ഇവർ നടത്തുന്നത് മണി ചെയിൻ അല്ല, ഇവർ സ്വീകരിക്കുന്നത് അനധികൃത നിക്ഷേപമല്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒന്നും ഇവരുടെ ഹൈറിച്ചിൻ്റെ വക്കീൽ ഇവിടെ ഹാജരാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൃത്യമായിട്ട് ഹൈറിച്ചിൻ്റെ വക്കീലിനെ കെണിയിൽ ചാടിച്ചു. അപ്പോഴാണ് ഈ ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വാദിച്ച് പിടിച്ച് നിൽക്കാൻ വന്ന ഹൈറിച്ചിൻ്റെ വക്കീലിന് അടിതെറ്റിയത്. കാരണം ഇവരുടെ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അടക്കം ഹൈറിച്ചിൻ്റെ നിലവിലുള്ള FIRകൾ അടക്കം ഇവർ പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ഇതൊന്നും തീരെ പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഇവർ വന്നിരുന്നത്. ഇവരുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് ഈ 72 ദിവസം വഴുകി എന്നത് മാത്രമായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ ബോധ്യപ്പെടുത്തുകയും അതുകൂടാതെ ഇവർ നടത്തുന്നത് അനധികൃത നിക്ഷേപമാണെന്നും ഇവർ ഒരു തട്ടിക്കൂട്ട് പലചരക്ക് കച്ചവടത്തിൻ്റെ മറവിൽ പൈസ വാങ്ങിയിട്ട് അത് മുകളിൽ വീതിച്ച് കൊടുത്ത് ബാക്കി വരുന്ന പൈസ ഇവരെടുത്തിട്ട് ഇവർ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായിട്ട് നടത്തുന്ന മണി ചെയിൻ ആണെന്നും വാദിച്ചു. അത് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയിച്ചു. ഇവർക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാനും പറ്റിയില്ല ഹൈറിച്ചിൻ്റെ വക്കീലിനെ. കാരണം അവർ ഈ മുൻപത്തെ വാദമൊക്കെ ഇവർ ഈ ഒരു ഡേറ്റിൽ കുറച്ച് ദിവസം വഴുകിയിൽ കടിച്ചു തൂങ്ങിയത് ആയതുകൊണ്ട് ഈ ഒരു 25-ാം തീയതി ഇത്രയധികം വാദം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ട് പോലും വാദമുണ്ടാകുമെന്ന്
ഇവർ കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ പ്രതിരോധിക്കാനായിട്ടൊന്നുമില്ലായിരുന്നു. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരുടെ കമ്പനിയെ വാരി വലിച്ചിട്ട് അലക്കുന്നത് അവിടെ ഇരുന്നിട്ട് നോക്കേണ്ടി മാത്രം വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ജഡ്ജിക്ക് ഇത് അനധികൃത നിക്ഷേപമാണെന്നും ഇവർ ഗ്രോസറി കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്നത് മണി ചെയിനാണെന്നും, മണി സർക്കുലേഷൻ സ്കീം ആക്ടിൻ്റെ പ്രൈസ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീം ആക്ടിൻ്റെ 78 അതിൻ്റെ ലംഘനമാണെന്നും ഇവർ അഡ്വാൻസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഡെപ്പോസിറ്റ് തന്നെയാണെന്നും കോടതിക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടുത്താനായി എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വിജയം. അവരെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അഡ്വക്കേറ്റ് സിനിമോളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അവരാണ് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് വേണ്ടി, ബെഡ്സ് ആക്ടിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ വാദിച്ചത്. അവർ കൃത്യമായിട്ട് അതിൽ വിജയിക്കുകയും ഇവരുടെ ഡേറ്റിൽ കടിച്ചു തൂങ്ങിയിട്ട് രക്ഷപ്പെടാനുള്ള അടവ് പൊളിക്കുകയും ഇവരുടെ കമ്പനിയുടെ തട്ടിപ്പും തരികിടയും കോടതിയിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇത് ബോധ്യപ്പെട്ട കോടതി അന്ന് തന്നെ ഒരു ദിവസത്തിന് ശേഷം വിധി പറയാമെന്ന് പറഞ്ഞിട്ട് 27-ാം തീയതി വന്നിട്ട് ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്നും ഇവർ സ്വീകരിക്കുന്നത് അനധികൃത നിക്ഷേപമാണെന്നും അതുകൊണ്ട് ജില്ലാ കലക്ടർക്ക് ഇവരുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തി അത് വിറ്റ് നിക്ഷേപകർക്ക് പൈസ കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നും വിധി ന്യായത്തിൽ പറഞ്ഞു. സിനിമയുടെ സല്യൂട്ട്. കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള മണി ചെയിൻ തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദമാണ് അങ്ങ് ആ കോടതിയിൽ ഉയർത്തിയത്. ഇതുപോലെയുള്ള മണി ചെയിൻ തട്ടിപ്പുകാർക്ക്, ഇങ്ങനെയുള്ള സാധാരണക്കാരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ സ്വത്തും കാറുമൊക്കെ സമ്പാദിച്ചിരിക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകാർക്ക് ഒരു പാഠമായിരിക്കട്ടെ ഈ വിധിയൊക്കെ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. അവർ ഒരുപാട് അതിനു വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ അയ്യൂബ് ഖാൻ പറയുന്നുണ്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാം, അവിടെ 19 ബെഡ്സ് ആക്ടിൻ്റെ ക്ലോസ് 19 വെച്ചിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് 8 നില പൊട്ടിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാം, പിന്നെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം എന്നൊക്കെ അയ്യൂബ് ഖാൻ പറയും. നമ്മളിപ്പോൾ അത് മൈൻഡാക്കുന്നില്ല. എന്തായാലും ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഒരു ഡെസിഗ്നേറ്റഡ് കോർട്ട് ഒരു മുഴുവൻ വാദങ്ങളും കേട്ട് ഒരു വിധി പറഞ്ഞാൽ ആ വിധി കോട്ട് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ മേൽക്കോടതിയിൽ പോകേണ്ടത്. തിരിച്ചൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യത, ഈ വാദമെല്ലാം ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചതിന് ശേഷം ഇത് തിരുത്തി പറയാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കേസിൽ, അനധികൃത നിക്ഷേപം സ്വീകരിച്ചൊരു കേസിൽ വളരെ കുറവാണ്. മാത്രമല്ല ഇവർ ആദ്യം തന്നെ ഹൈക്കോടതിയിലേക്ക് ഓടിയപ്പോൾ ഹൈക്കോടതി ഇത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല, ഐ നോ മൈ ലിമിറ്റേഷൻ എന്നാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമചന്ദ്രൻ പറഞ്ഞത്. എനിക്കെൻ്റെ ലിമിറ്റേഷൻസ് അറിയാം മിസ്റ്റർ അശ്വിൻ എന്ന് ഇവരുടെ വക്കീലാന്ന് വിളിച്ചിട്ട് ഒരിക്കൽ ഇത് നടക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹിയറിംഗ് നടക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഒരു ഡെസിഗ്നേറ്റഡ് കോർട്ട് എടുത്തൊരു തീരുമാനത്തിൽ ഒരു അപ്പീലിംഗ് കോർട്ട് ഇതേപോലെ ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ വളരെ നോക്കിയും കണ്ടേ ഇടപെടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ആർക്ക് വേണമെങ്കിലും സുപ്രീം കോടതി വരെയും പോകാം. വെറുതെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം എന്നേ ഉണ്ടാവുള്ളൂ. ഇതേപോലത്തെ ഒരു മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയൊന്നും കോടതിയിൽ വെളുപ്പിച്ചെടുക്കാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. എന്തായാലും വിധി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പറയാമെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ മൊഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് മിസ്റ്റർ അയ്യൂബ് ഖാൻ. ഇനി ഏതെങ്കിലും ഹൈറിച്ചുകാർ ഈ വിധി വായിച്ചിട്ടില്ല എങ്കിൽ വായിക്കണം. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ കോളേജിൽ പഠിക്കുന്ന വല്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വായിപ്പിച്ചാൽ മതി. ഇതിലെ 19ാമത്തെ പേജ് മുതൽ നിങ്ങൾ അങ്ങോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കുന്നുണ്ട്. അതിൽ ഇവരുടെ തട്ടിപ്പുകൾ ഓരോന്നായിട്ട് അക്കമിട്ട് സാധാരണക്കാരെ പറ്റിച്ച് ഇത് ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്ന ലാഭമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ നിക്ഷേപം സ്വീകരിച്ചിട്ട് അത് വെച്ചിട്ട് സർക്കുലേറ്റിംഗ് ചെയ്യുകയാണ്, മണി ചെയിൻ തട്ടിപ്പ് നടത്തുകയാണ് എന്നൊക്കെ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക്, ബെഡ്സ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ വാദിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ഈ ഹൈറിച്ചിൽ പൈസ നിക്ഷേപിച്ച ആരെങ്കിലും ഇനി ഇത് വായിച്ചിട്ടില്ല എങ്കിൽ വായിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പോയ പൈസ തിരിച്ച് കിട്ടുന്നതിലുപരി ഇവർ പുതിയ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്, അതിൽ പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം.